ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഓലൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച ഓലനല്ല, ഇതുപോലുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാതെയുള്ള ഒരു സാധാരണ ഒരു ഓലനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായി ഞാൻ എടുത്ത സാധനങ്ങൾ, ഒരു വഴുതനങ്ങ, ചെറിയ വഴുതനങ്ങ എടുത്തത്, അത് നടുകെ മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് കൊടവരിക്ക, 5-10 പയർ. അപ്പോൾ ഇത് ഇത്രയും കാണുന്നത് ഞാൻ നടുകെ മുറിച്ചിട്ടാണ്. ഇത് ഫ്രിഡ്ജിൽ ആ ബോക്സിൽ വെക്കാൻ കണക്കായിട്ട് മുറിച്ചെടുത്തത് കൊണ്ടാണ് ഈ രീതിക്ക് കുറേ കാണുന്നത്. അപ്പോൾ ഇതൊരു 5-10 പയറേ ഉള്ളൂ. അപ്പോൾ പിന്നെ വേണ്ടതാണ് പച്ചമുളക്, 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വഴുതനങ്ങ മുറിച്ച് വെള്ളത്തിലിടാം. അപ്പോൾ ഇതിൻ്റെ ഈ പുറത്തെ ബാക്കി ഇങ്ങനെ വരുന്ന ഷാർപ്പ് ഭാഗമില്ലേ, അതൊക്കെ നന്നായി കളഞ്ഞിട്ട് നന്നായി നല്ല വൃത്തി കഴുകിയിട്ട് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു നീളത്തിലാണ് മുറിച്ചെടുത്തത്. പയറും അതുപോലെ തന്നെയാണ് പച്ചമുളകും. വഴുതനങ്ങ അതേ നീളത്തിൽ തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓലം വെക്കാനായി ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച കൊടവരിക്കയും പയറും പച്ചമുളകും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വേവാനായ വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേവാനായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കൊടവരിക്കയും പയറും ഒരു 1/4 വേവായിട്ട് ഞാൻ ഇതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വഴുതനങ്ങ പെട്ടെന്ന് വേവുന്ന പച്ചക്കറിയാണല്ലോ, അപ്പോൾ അത് വെന്തോടയും ഇപ്പോഴേ ഇട്ട് കൊടുത്താൽ അതിൻ്റെ പേരിലാണ് ഇത് 1/4 വേവാവുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കൊടവരിക്കയും പയറും പിന്നെ 1/4 വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കഴുകി വെച്ച വഴുതനങ്ങ കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിട്ടതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന ഉപ്പ് കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നോക്കിയിട്ട്. അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഈ വഴുതനൊക്കെ കൂടെ വേണ്ടുന്ന ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കൊടവരിക്കയും പിന്നെ പയറൊക്കെ നന്നായി 1/4 വേവായ സമയത്ത് ഞാൻ വഴുതനങ്ങ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ വഴുതനങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ വെള്ളമൊക്കെ പാകത്തിന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് വറവിട്ട് കൊടുക്കാം. അപ്പോൾ വറവിട്ട് കൊടുക്കാനായി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ കുടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത്. അത് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇടുന്നത് 3 വറ്റൽമുളക്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഏറ്റവും ആദ്യം വെളുത്തുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വെളുത്തുള്ളി തന്നെയാണ്. കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിന് ബ്രൗൺ നിറാക്കി എടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ബ്രൗൺ നിറായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 3 വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില കിട്ടുന്നവർ കറിവേപ്പില കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് വറവ് ഓലനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ
അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ഓലനാണിത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.